അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്നേഹാദരവുകൾ നിറഞ്ഞ മാതാപിതാക്കളെ, ഉസ്താദുമാരെ, പ്രിയം നിറഞ്ഞ നാട്ടുകാരെ, പുണ്യനബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കാം. കഥയുടെ പേര് കഥ പറയുന്ന ഈന്തപ്പന. ബിസ്മിയും പുകൾ ഹംദുകളാലെ പാടിടുന്നേവരും മുസ്തഫ നബിയോരിൽ സ്വലാത്തുകൾ ലോദിടുന്നേ. പുണ്യമാം സദസ്സിൻ മുമ്പാകെ നീർത്തിടുന്നേ ഞങ്ങൾ പൊൻഖബർ നബി സഹജൻ കഥയും തുടങ്ങിടുന്നേ. മസ്ജിദുൻ നബവിയുടെ മിനാരങ്ങളിൽ നിന്നും ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സുബഹി ബാങ്കിന്റെ ധ്വനികൾ അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം. നിസ്കാരത്തിന് വേണ്ടി സ്വഹാബികൾ പള്ളിയിലൊത്തുകൂടി. അള്ളാഹുവിന്റെ റസൂലാണ് ഇമാമത്ത് നിൽക്കുന്നത്. മാമൂമിങ്ങളായ സ്വഹാബികളുടെ കൂട്ടത്തിൽ അബൂദുജാന എന്നവരുമുണ്ട്. നിസ്കാരം തീർന്നതേയുള്ളൂ. അബൂദുജാന റളിയല്ലാഹു അൻഹു പെട്ടെന്ന് എഴുന്നേറ്റു. ധൃതിയിൽ അദ്ദേഹം വീട്ടിലേക്ക് നടക്കുകയാണ്. ഇത് അവിടെ പതിവില്ലാത്തതാണ്. ഇത് അടുത്ത പ്രഭാതത്തിലും തൊട്ടടുത്ത പ്രഭാതത്തിലും ആവർത്തിച്ചപ്പോൾ പൂമാൻ റസൂലോരും വരുത്തിയിടുന്നേ പ്രിയരാം സ്വഹാബിയെ അരികിലന്നേ. പുണ്യനബി തങ്ങൾ അവരിൽ ചെന്നേ ചൊല്ലൂതു ജാനത്തെ സഭഭൂമെന്തേ. കണ്ണീരൊലുപ്പിച്ച് അവരും നിന്നേ കഥനം നബിയോരിൽ പറഞ്ഞിടുന്നേ. കഥയും ഇതാരാവി തുടർന്നിടുന്നേ. കനിവർ റസൂലിലായി മൊഴിഞ്ഞു അന്നേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദുജാനയെ ആളയച്ചു വരുത്തി. നിങ്ങൾക്കെന്താ സംഭവിച്ചത്? നിസ്കാരം കഴിഞ്ഞാൽ അള്ളാഹുവിനോട് നിങ്ങൾക്കൊന്നും ചോദിക്കാനില്ലേ? സുബൈക്ക് ശേഷമുള്ള സമയത്തിന്റെ മഹത്വം നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? നബിയെ, എനിക്കത് അറിയാഞ്ഞിട്ടല്ല. പിന്നെ എന്താണ് താങ്കളുടെ പ്രശ്നം? പറയാം നബിയോരെ എന്റെ കഥ, പരിതാപമേറും നോവിന്റെ കഥ. പിരിശക്കാനി മക്കളെ ഞാനോർത്ത് പുന്നാരരെ വേഗം പോകുന്നത്. വീട്ടിനടുത്തൊരു ജൂതനുണ്ട്. ജൂതനിലായി ഈന്തമരമൊന്നുണ്ട്. മരമാതിലീന്ത പഴമതുണ്ട്. പഴമതും പഴുത്തേറെ നിൽപ്പതുണ്ട്. പറയാം നബിയെ, എന്റെ വീടും ഒരു ജൂതന്റെ വീടും അടുത്തടുത്താണ്. ജൂതന്റെ ഒരു ഈന്തപ്പന മരം എന്റെ വേലിക്കടുത്താണ്. ആ മരത്തിന്റെ കായ്കൾ പഴുത്തു കഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. നബിയെ, അത് എന്റെ വീട്ടുമുറ്റത്തേക്കാണ് വീഴുന്നത്. അതെല്ലാം എടുത്ത് അവന്റെ മുറ്റത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഒരു ദീനം ഞാൻ ഹബീബായോരെ ഇവിടെ ഇരുന്നാമീനും പറഞ്ഞു ഞാനേ. പരന്നു നേരം വെളിച്ചമായി പിന്നെ പതുക്കെ വീട്ടിൽ അണഞ്ഞു ഞാനേ. വിശക്കുമെന്റെ കനിമക്കളും നബിയെ വിരുപ്പിൽ നിന്നും എണീറ്റ് വന്നേ. നിലത്തോ വീണ ഈന്ത പഴമെടുത്ത് മോനും ചവക്കും കാഴ്ച ഇവൻ നിർത്തേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദുജാനയോട് ചോദിച്ചു, താങ്കൾക്ക് സ്വന്തമായി ഈത്തപ്പനമരമില്ലേ? ഇല്ല നബിയെ, എനിക്ക് സ്വന്തമായി ഒരു ഈത്തപ്പനമരം പോലുമില്ല. എന്നിട്ട് വേദനയോടെ നബിയോട് പറയാണ്, ഒരു ദിവസം ഞാൻ സുബഹി നിസ്കാരം കഴിഞ്ഞ് ദിക്റും അങ്ങയുടെ ദുആക്ക് ആമീനും പറഞ്ഞു മെല്ലെ എന്റെ വീട്ടിലേക്ക് നടക്കുകയാണ്. നേരം വെളുത്തിട്ടുണ്ട്. എന്റെ വീട്ടിന്റെ സമീപത്തേക്ക് ഞാൻ എത്തിയപ്പോൾ ആ കാഴ്ച കണ്ടു നബിയെ. വിശക്കുന്ന എന്റെ പൊന്നുമക്കൾ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. യഹൂദിയുടെ ഈത്തപ്പഴമെടുത്ത് എന്റെ മക്കൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിളിച്ചു പറഞ്ഞു, തിന്നല്ല മക്കളെ, അത് നമുക്ക് ഹറാമാണ് മക്കളെ. പക്ഷേ വിശക്കുന്ന മക്കൾ ചെവി കൊണ്ടില്ല. ഞാൻ ഓടിച്ചെന്ന് എന്റെ കുഞ്ഞുമക്കൾ അരികിലെത്തി.
അവരുടെ വായിൽ കൈയിട്ട് ഈന്തപ്പഴങ്ങൾ പുറത്തെടുത്തു. അപ്പോൾ എന്റെ കൊച്ചുമോൻ വിശക്കുന്ന വയറ്റത്തിൽ കൈവച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഒട്ടിയാവയറുമുകളിൽ കുഞ്ഞിളം കൈവച്ച് കിട്ടിയ ഈന്തപ്പയം ചാവച്ചരച്ചൂരത്ത് ശക്തമാം വിശപ്പിനാൽ പൂജിച്ചതാം ഞാൻ ബാപ്പാ, തെറ്റതാണെങ്കിൽ പൊറുക്കൂ എന്റെ പൊന്നു ബാപ്പാ. പൊന്നുവാപ്പ വിശപ്പിന്റെ കാടങ്ങിട്ടാൽ ഭക്ഷിച്ചതാണ്, അതുകൊണ്ട് വായിലിട്ട് ചവച്ച ഈത്തപ്പഴമെങ്കിലും തിന്നുകൊള്ളട്ടെ വാപ്പ. മോനെ കുപ്പിക്കളയടാ, ഹറാമായ ഭക്ഷണം തിന്നു വളർന്ന ശരീരം നരകത്തോട് ബന്ധപ്പെട്ടതാണ് എന്ന് നബിയെ എന്റെ മോനോട് ഞാൻ പറഞ്ഞു. ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ദിക്റിനും ദുആഇനും ഇരിക്കാതെ എണീറ്റ് പോകുന്നത്. എന്റെ വീട്ടുമുറ്റത്തേക്ക് ചാടിയ ഈത്തപ്പഴങ്ങൾ മക്കൾ വരുന്നതിന് മുമ്പായി ജൂതന്റെ വീട്ടുവളപ്പിലേക്ക് എറിഞ്ഞു കൊടുക്കാനാണ്. അബൂ ദുജാനയുടെ സൂക്ഷ്മതയിൽ അല്ലാഹുവിന്റെ റസൂലിന് മതിപ്പ് തോന്നി. ദുജാനയോരെ വാക്ക് കേട്ട് ദൂതരും കണ്ണീരുവാർത്ത് ദാനമായി വാങ്ങിക്കൊടുക്കാൻ ത്വാഹ വിളിച്ച് സഹജനാം സിദ്ദീഖിന് നേരെ ശറഫൊളിക്കാര്യമുരത്തി സവിനയമാമൊഴിയും കേട്ട് സദഖയും ചെയ്തേ. ദുജാനയുടെ വാക്കുകൾ കേട്ട് പ്രവാചകർ കണ്ണീർ വാർത്തി. എന്തൊരു സൂക്ഷ്മത! ആരാണ് അബൂ ദുജാനയുടെ മക്കൾക്ക് ആ ഈന്തപ്പന മരം വാങ്ങിക്കൊടുക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഞാൻ വാങ്ങിക്കൊടുക്കാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യഹൂദി വിളിച്ചു വരുത്തി, അബൂ ദുജാനയുടെ വേലിക്കൽ നിൽക്കുന്ന ഈന്തപ്പന മരം വിൽക്കുമോ? പകരം 10 ഈത്തപ്പനകൾ പകരമായി തരാം. യഹൂദിയുടെ മുഖം വിടർന്നു, കച്ചവടം ഉറപ്പിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 10 ഈത്തപ്പന മരങ്ങൾ കൊടുത്തു. യഹൂദി തന്റെ ഈത്തപ്പന മരം അബൂ ദുജാനയ്ക്ക് വിട്ടുകൊടുത്തു. സന്താപം നീങ്ങിപ്പോയി സന്തോഷമേറലായി, സന്തുഷ്ടരായി പൊന്നും മക്കൾ ചിരിക്കലായി, സമതുല്ലിലാകിലായി ശുക്റും ഉരക്കലായി. അബൂ ദുജാന റളിയല്ലാഹു അൻഹു മക്കൾക്കു സന്തോഷമായി. അവർ അല്ലാഹുവിൽ 1000 ശുക്റുകൾ അർപ്പിച്ചു. അൽഹംദുലില്ലാഹ്. ഇതോടെ കഥ പറയുന്ന ഈന്തപ്പന ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാഥൻ കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.